ദൈവത്തിൻ്റെ മഹത്വം. ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ വന്ദനം ഞാൻ ആദ്യമായി അറിയിക്കുന്നു. ബഹുമാന്യരെ, ജെറുസലേം മിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ യേശു ആര് എന്ന് നാം ചിന്തിച്ച് വരുന്നു. അങ്ങനെ ചിന്തിച്ച് വരുന്ന ഈ വിഷയത്തിലെ 6ാം ഭാഗമാണ് ഇപ്പോൾ ഇവിടെ കർത്തൃനാമത്തിലെ വിനയപുരസ്സരം നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നത്. അറിയാനായും നിരാകരണത്തിനായും നിഷേധികളായും പലരും ചോദിച്ചു, യേശു ആര്? അവിടുന്ന് 2ാം ജന്മമെടുത്ത് മനുഷ്യനായി ഭൂമിയിൽ നടന്നപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചപ്പോൾ ജനം ചോദിച്ചു, യേശു ആര്? ഇവൻ ആര്? ഗലീല കടലിൻ്റെ ഓളങ്ങളിൽ തങ്ങളും പടകും മുങ്ങിത്താഴുമെന്ന് ഭയപ്പെട്ട് വഞ്ചിയിലുള്ള ഗുരുവിനെ ഉണർത്തിയ ശിഷ്യന്മാർ ശാന്തത നുണഞ്ഞുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് അടക്കി പറഞ്ഞു, ഇവൻ ആര്? പ്രിയമുള്ളവരെ, നിങ്ങളുടെ മരണവക്രങ്ങളിൽ, നമ്മുടെ മരണവക്രങ്ങളിൽ അവൻ നമ്മെ വിടിവിക്കുന്നവനാണ്. കാറ്റും തിരമാലകളും അടിച്ച് ജീവിതത്തോണി തകരും അല്ലെങ്കിൽ മുങ്ങിത്താഴും എന്ന് തോന്നിയിരുന്നാലും അവിടുന്ന് ഉറങ്ങുകയല്ല. നിങ്ങളെ വിസ്മയിപ്പിക്കുവാൻ, ഉറപ്പിക്കുവാൻ, ഗലീല കടലിനപ്പുറത്ത് ഗദരയിൽ നടക്കുന്ന വിടുതലുകളുടെ സാക്ഷികളാകുവാൻ ഗുരുവിനോടൊപ്പം നിങ്ങൾക്കും ശ്രുതിയും നിലവാരവും കൈവരുവാൻ പോകുകയാണ്. അതിന് ഇന്ന് നാം ചിന്തിക്കുന്നത് പുത്രനായ ദൈവം. ഇത്രയും കാലവിളംബം ഈ വീഡിയോയ്ക്ക് ഉണ്ടായത് സാഹചര്യങ്ങളുടെ അപര്യാപ്തത കൊണ്ടാണ്. അതിലേവരോടും വിനയപൂർവം ഞാൻ പരിതപനം ചോദിച്ചുകൊണ്ട് സഹർഷം നമുക്ക് ചിന്തിക്കാം. പുത്രനായ ദൈവം. ദൈവത്തിന് പുത്രനുണ്ടോ? മറ്റേ ദേവീദേവ ചരിത്രം പോലെ സ്വയംഭൂവായ ഈ ദൈവത്തിൻ്റെ പുത്രനുണ്ടോ? ഇല്ല. സൃഷ്ടിക്കും രക്ഷയ്ക്കും വേണ്ടി ദൈവത്തിൽ നിന്നും വേർപെട്ട് ആ അവസരത്തിൽ താൻ പുത്രനായി ഭവിച്ചു. നമ്മുടെ ആ ചിന്തയുടെ മണ്ഡലങ്ങളിൽ മനസ്സിലായി കിട്ടുവാൻ അവിടുന്ന് പുത്രനായി ഭവിച്ചു എന്ന് മാത്രമാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ സൃഷ്ടിക്ക് മുൻപുള്ള അസ്തിത്വത്തെ വിശുദ്ധ പൗലോസ് ഊന്നി പറയുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് ബൈബിളിലെ ഏറ്റവും ഉയർന്ന വേദഭാഗം കൊലോസ്യർ 1:16-17 വാക്യങ്ങളാണെന്ന് ചില വേദപണ്ഡിതന്മാർ വിലയിരുത്തുന്നു. അതായത് ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, സകലവും യേശു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിക്കൊണ്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ. ദൈവപുത്രൻ വെറും പുത്രനായിട്ടല്ല, ദൈവത്തിൻ്റെ സമ്പൂർണത അവനിൽ ദേഹരൂപേണ വസിച്ചു. കൊലോസ്യർ 2:9 വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ സാരാംശമായ ആത്മാവ്, യോഹന്നാൻ 4:24, തെയോറ്റസ് അഥവാ ദൈവീകത്വം എന്ന ഗ്രീക്ക് വാക്ക് KJV, NIV എന്നീ തർജ്ജമകളിലെ ഡീറ്റി പുതിയ നിയമത്തിലെ കൊലോസ്യർ 1:9 മാത്രമാണ് കാണുന്നത്. എന്തിനു വേണ്ടിയാ ചോദിച്ചാൽ, പുത്രനായ ദൈവത്തെ ചിത്രീകരിപ്പാൻ വേണ്ടി പരിശുദ്ധാത്മാവിടെ ആലേഖനം ചെയ്തിരിക്കുന്നു. ആയാൽ ഇതിന് വലിയ പ്രസക്തിയുണ്ട്. പുത്രനായ യേശുവിൽ ദൈവജ്ഞാനം പ്രകടിതമായി അത് സൃഷ്ടിയിലെമ്പാടും തുടിച്ചു നിൽക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനമായ പുത്രൻ സകല സൃഷ്ടിയിലെയും ജ്ഞാനവൈഭവം നമുക്ക് പുത്രനായ ദൈവത്തെ കാണിച്ചു തരുന്നു. അതെ, ദൈവത്തിൻ്റെ ജ്ഞാനമായി പുത്രൻ അനാദിയിലെ പരിലസിച്ചു തുടങ്ങി. അടുത്തതായി പിതാവാം ദൈവത്തിൻ്റെ ശക്തിയായി പുത്രൻ വെളിപ്പെട്ടതായി കാണാം. വിശുദ്ധ വേദപുസ്തകം അത്ഭുതങ്ങൾ എന്നതിൻ്റെ 3 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അത്ഭുതം, അടയാളം, ശക്തി എന്ന എബ്രായ പദം പഴയ നിയമത്തിൽ മനുഷ്യശക്തിയായി പരാമർശിക്കപ്പെടാറുണ്ട്. എന്നാൽ പലപ്പോഴും അത് ദൈവശക്തിയുടെ ചിത്രീകരണത്തിനായി ഉപയോഗിക്കുന്നു.
ഉദാഹരണമായി ദൈവം തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചുവെന്ന് യിരെമ്യാവ് 10:12 പറയുന്നു. ദൈവത്തിൻ്റെ ശക്തിയാൽ ശത്രുക്കളെ അവൻ കീഴ്പ്പെടുത്തി. യിരെമ്യാവ് 27:5, 32:17, സംഖ്യാപുസ്തകം 14:13-17 വാക്യങ്ങൾ. പുതിയ നിയമത്തിൽ പല അവസരങ്ങളിലും ശക്തി ഡൂനീസ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. യഹോവയായ ദൈവം എന്ന പിതാവിൻ്റെ ജ്ഞാനമായി ശക്തിയായി പുത്രൻ ക്രിയ നിർവഹിച്ചു. ജ്ഞാനം ഒരു ജ്ഞാനമായി മാത്രം വർദ്ധിച്ചാൽ പോരാ. അഥവാ നിങ്ങളുടെ ഒരു അറിവായിട്ട് മാത്രം അത് എത്ര പെരുകി നിങ്ങളുടെ അറിവിൻ്റെ മൂശയിൽ അത് വലിയ ഒരു ഖനിയായി രൂപപ്പെട്ടിരുന്നാലും അതുകൊണ്ട് അർത്ഥമില്ല. എന്നാൽ അത് ശക്തി കൈവരിച്ച് ചലനാർദ്രമാകണം. അതിവിടെ ശക്തി കൈവരിച്ച് ചലനാർദ്രമായി. സകല അണുവും ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. വസ്തുക്കൾ ചലിക്കാത്തവ ഉണ്ടെന്ന് കാണുമ്പോഴും അവ ധർമ്മം നിർവഹിച്ചുകൊണ്ട് നഗ്ന നേത്രങ്ങൾ കാണാനാവാത്ത പരിക്രമണങ്ങളുടെ വലയങ്ങളിലും നിശീമതകളിലും ജ്ഞാനവും ശക്തിയും പ്രകടിതമാക്കി കർമ്മ നിർവഹണത്തിലാണ്. മത്തായി 26:65 നമ്മൾ നോക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു രണ്ടാം ജന്മമെടുത്ത് ഇപ്പോഴിതാ ഗത്സമന തോട്ടത്തിൽ പിടിക്കപ്പെട്ടവനായി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും യഹൂദ ജനത്തിൻ്റെയും റോമൻ പടയാളികളുടെയും മുമ്പാകെ പുരോഹിതന്മാരുടെ മുമ്പാകെ നിൽക്കുന്നു. പല ചോദ്യശരങ്ങൾ ക്രിസ്തുവിൻ്റെ നേരെ ഉണ്ടായി. പല കള്ളസാക്ഷികളും പലതും പറഞ്ഞിട്ടും ഒന്നും ഒത്തുവന്നില്ല. കാരണം ക്രിസ്തു ക്രൂശനാകാൻ വേണ്ടി, യാഗമാകാൻ വേണ്ടി, പരമയാഗമാകാൻ വേണ്ടി സകല യാഗങ്ങളെയും നിർത്തൽ ചെയ്തുകൊണ്ട് എന്നേക്കുമുള്ള മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് സാധിപ്പിക്കുവാൻ വേണ്ടി ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും മാംസരക്തങ്ങൾക്ക് പാപങ്ങളെ മോചിപ്പാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ പുത്രനായി കാലത്തിൻ്റെ പൂർണ്ണതയിൽ അവതരിച്ച ക്രിസ്തു കാൽവരിയുടെ കൊലക്കളത്തിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യാഗമായി വന്നവനെ പിടിക്കുവാൻ, അവനെ ക്രൂശിനേൽപ്പിക്കുവാൻ യാതൊരുവിധമായിട്ടുള്ള നിയമ സംഹിതകളുടെ ഏടുകൾ പരിശോധിച്ചിട്ടും വഴിയിലൊരു ക്ലോസില്ലെന്ന് കണ്ടപ്പോൾ നീ ഒന്നും മിണ്ടുന്നില്ലയോ? ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. ഇതാ മഹാപുരോഹിതൻ ചോദിക്കുകയാകുന്നു, നീ ദൈവത്തിനായ ക്രിസ്തു തന്നെയോ? മത്തായി 26:65. ഞങ്ങളോട് പറക, നീ വന്യനായവൻ്റെ പുത്രനായ ക്രിസ്തുവോ? നൂറ്റാണ്ടുകളുടെ സഹസ്രാബ്ദങ്ങളുടെ ഒരു വലിയ കാത്തിരിപ്പിന് ശേഷമുണ്ടാകുന്ന യുഗങ്ങളുടെ പരിണയമായി വന്നിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ദൈവപുത്രൻ്റെ സന്നിധിയിലെ മഹാപുരോഹിതൻ്റെ ആ സദസ്സിൻ്റെ ഈ ചോദ്യത്തിന് ആർക്കും ഒരിക്കലും ചിന്തിക്കാനാവാത്ത അർത്ഥഗർഭം ഉണ്ട്. അർത്ഥസംഗ്രഹത്തിൻ്റെ ആ വലിയ ആ ഒരു സമാപ്തിയുടെ ആകാംക്ഷയിൽ അവർ ഒന്നടങ്കം വീർപ്പൂട്ടി നിന്നുകൊണ്ട് ചോദിക്കുന്നു, നീ വന്യനായവൻ്റെ പുത്രനായ ക്രിസ്തുവോ? ഇവിടെ കർത്താവിനെ, മശിഹയ്ക്ക് അടക്കി വയ്ക്കുവാൻ കഴിഞ്ഞില്ല. യേശു സത്യം പറയുന്നവനാണ്. സത്യമെന്നാൽ എന്തേന്ന് പിലാത്തോസിലേക്ക് ചോദിച്ചാൽ പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെ സത്യമാകുന്നു. ആകയാൽ യേശു ക്രിസ്തുവിനെ ഈ ചോദ്യത്തിന് മുൻപാകെ തന്നെ അടക്കി നിർത്തിക്കൊണ്ട് കാപട്യം പറയുവാൻ കഴിയുന്നതല്ല. ആ വലിയ ചോദ്യത്തിന് മുമ്പാകെ താൻ പറയുകയാകുന്നു. കാരണം അനേക മഹാരഥന്മാർ, വിപ്ലവകാരികൾ, റോമൻ സാമ്രാജ്യത്തിനെതിരെ, യഹൂദന്മാരെ ഭരിച്ചവർക്കെതിരെ മക്കാബിയ പുസ്തകം വായിക്കുമ്പോൾ, നമ്മൾ ജൂഡിത്ത് വായിക്കുമ്പോൾ, ഓരോരോ അപ്പോക്രിഫ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിലൊക്കെ വിപ്ലവകാരൻ എഴുന്നേറ്റ് വന്ന് ഏറ്റവും അവസാനം വിപ്ലവങ്ങളുണ്ടായി. യഹൂദൻ വീണ്ടും ക്രൂരമായി അടിച്ചമർത്തപ്പെട്ട് താഴ്ചകളുടെയും കണ്ണീർ പുഴകളുടെയും വലിയ പതനത്തിൽ അവർ വീണ്ടും അടിമത്തത്തിൻ്റെ ഖനം കൂടി, നുഖങ്ങളുടെ ശക്തി കൂടി, ചാട്ടവാറുകളുടെ പ്രഹരം കൂടി എന്നതിനാൽ അവർ വളരെ അർത്ഥഗർഭമായി, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കും? പറക, ഞങ്ങളോട് പറക, നീ വന്യനാവിൻ്റെ പുത്രനായ ക്രിസ്തുവോ? യഹൂദൻ ഒരാളെ വന്ദിക്കത്തുള്ളൂ, സ്രഷ്ടാവാകുന്ന യഹോവയാം യാഹ എന്ന ദൈവത്തെ, എലോഹിമിനെ മാത്രം. നീ അങ്ങനെയെങ്കിൽ പുത്രനായ ക്രിസ്തുവോ? യേശു പറയുന്നു, ഞാൻ ആകുന്നു. മനുഷ്യത്തിൻ്റെ ആകാശം മേഘങ്ങളിൽ വരുന്നത് നിങ്ങൾ കാണും.
ഇനി സാക്ഷികളെ കൊണ്ട് ആവശ്യമില്ല. അങ്ങനെ പുരോഹിതൻ വസ്ത്രം കീർന്നായും ഇനി സാക്ഷികളെ കൊണ്ട് ആവശ്യമില്ല. അത് പുത്രനായ ദൈവം സാക്ഷാൽ പറയേണ്ട സദസ്സിൽ തന്നെ വെളിപ്പെടുത്തി. വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ എന്ന് വാക്യം പറയുന്നു. യേശുവിനെ ദൈവത്തിൻ്റെ ജ്ഞാനമായി കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതി പ്രദർശിപ്പിക്കുകയാണ് വിശുദ്ധ പൗലോസ്. ദൈവജ്ഞാനം യേശുവിന് സ്പഷ്ടമായി. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെയും പ്രവൃത്തിയും തരം താഴ്ത്തുന്ന ചില ജ്ഞാനികളായി നടിച്ചവർ കൊലോസ്യ സഭയിൽ ഉണ്ടായിരുന്നു. ഇന്നും അങ്ങനെ അനേകരുണ്ട്. അവരെന്തൊക്കെയോ പുലമ്പുന്നു. അവരുടെ നടന പാടവത്തെ പ്രതിരോധിച്ചുകൊണ്ട് പൗലോസ് ക്രിസ്തു എന്ന ജ്ഞാനത്തെ, ശക്തിയെ വരച്ചു കാട്ടി. ആകയാൽ ഈ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ നാളുകളായി നമുക്കായി വെളിപ്പെട്ട പുത്രനാകുന്ന ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിത ഗമനം വിജയപ്രദമാക്കൂ. ദൈവം അതിനായി നമ്മെ ഒന്നടങ്കം സഹായിക്കട്ടെ. ഏവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്ന്